പക്ഷേ അയൺ ഡോം എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിൻ്റെ ഇരുമ്പ് കവചം. ഇസ്രായേൽ എന്ന ഒരു ചെറിയ നഗരത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശത്തേക്ക് ഒരു മിസൈലുകളെയും കടത്തിവിടില്ല എന്നുള്ളത്. പക്ഷേ അത് പലതവണ ഹമാസിൻ്റെ മിസൈലുകൾ അത് ഭേദിച്ച്, ഇറാൻ്റെയും ഒക്കെ മിസൈലുകൾ ഭേദിച്ച് അത് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയാണ് ചൈനയുടെ ഗോൾഡൻ ഡോം എന്ന് പറയും. ഗോൾഡൻ ഡോം ഇതുവരെ ഇല്ലാത്ത ഒരു കവചം എന്നാണ് പറയുന്നത്. അതായത് കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്തിൽ നിന്നോ മാത്രമല്ല, ബഹിരാകാശത്ത് നിന്ന് ഇനി മിസൈൽ വിട്ടാലും അവിടേക്ക് എത്തില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ പക്ഷേ, എന്തൊക്കെയാണത്? തീർച്ചയായിട്ടും ഇതിൽ ഗോൾഡൻ ഡോം എന്ന വാക്ക് ആദ്യം പ്രയോഗിച്ചത് അമേരിക്കയാണ്. ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ അവരായിരുന്നു ആശയത്തിലും പ്രയോഗത്തിലും ഒക്കെ മുൻപന്തിയിൽ. ഈ കഴിഞ്ഞ 25 മെയ് മാസം, 3-4 മാസം മുമ്പ് കഴിഞ്ഞ മെയ് 20-ാം തീയതി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പ്രഖ്യാപിച്ചൊരു ഐഡിയയാണ് ഗോൾഡൻ ഡോം. ഗോൾഡൻ ഡോം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ അയൺ ഡോം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വികസിത രൂപമാണ്. എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഇസ്രായേലിലേക്ക് ഫലസ്തീനിൽ നിന്ന് എത്ര മിസൈൽ വരുന്നുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതിനെ വഴിയിൽ വെച്ച് തന്നെ പുറപ്പെട്ട ഇസ്രായേലിൽ വന്ന് പതിക്കുന്നതിന് മുമ്പ് തടയാൻ പറ്റും. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന്, 2 രാജ്യത്ത് നിന്നൊക്കെയായിരുന്നു പരമാവധി നമുക്ക് തടയാൻ പറ്റുക. അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്ന സംവിധാനം. അതിനാണ് നമ്മൾ അയൺ ഡോം എന്ന്. ഇവിടെ നിന്ന് പുറപ്പെട്ടാലും ഞങ്ങളെ ഇരുമ്പ് ശക്തി കൊണ്ട് അതിനെ തടയും എന്നൊക്കെ പറയുന്നതിനാണ് അയൺ ഡോം. ഇതെന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ ഡോം ആണ്. വെച്ചാൽ അയണിനേക്കാൾ വില കൂടിയെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, വിപുലമായ സാധ്യതയുണ്ട്. അപ്പോൾ പണ്ട് ഈ അമേരിക്ക ഏതാണ്ട് 3-4 മാസം മുമ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് നടപ്പാക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. അവിടെ ട്രംപിന് വേറെയാണുള്ള പണി, വഴക്കുണ്ടാക്കുക, ആളുകളെ ഇടിക്കുക, എല്ലാവരോടും വഴക്ക്, ആഭ്യന്തര യുദ്ധം, പുറത്ത് മുഴുവൻ യുദ്ധങ്ങൾ, പിന്നെ എന്താ പറയുക, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാനുള്ള നെട്ടോട്ടം, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ ചൈന ഈ ഐഡിയ എടുത്തു, കൺസെപ്റ്റ് എടുത്തിട്ട് നടപ്പാക്കി. ചൈന ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ഗോൾഡൻ ഡോം നടപ്പാക്കിയിരിക്കുന്നു. ഗോൾഡൻ ഡോം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗോൾഡൻ ഡോം? ഈ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. നേരത്തെ നീ പറഞ്ഞതുപോലെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ നിന്ന്, എത്ര വിദൂരമായ ദിക്കുകളിൽ നിന്ന്, എത്ര തന്നെ മിസൈലുകളോ റഡാറുകളോ ഒരു രാജ്യത്തിൽ ചൈനയെ ലക്ഷ്യമാക്കി ചെന്നാൽ അതിനെയൊക്കെ തന്നെ അറ്റ് എ ടൈം കണ്ടെത്താൻ, ഏറ്റവും ചുരുങ്ങിയത് 1000 എണ്ണമെങ്കിലും ഒരേ സമയം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏത് രാജ്യത്ത് നിന്ന് ഒരേ സമയത്ത് നിന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വന്നാലും, അത് നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നായാലും, അത് കരയിൽ നിന്നാവാം, കടലിൽ നിന്നാവാം, ആകാശത്ത് നിന്നാകാം, ബഹിരാകാശത്ത് നിന്നാകാം. അതുമാത്രമല്ല, എവിടുത്തെ കടൽ എവിടുത്തെ കര എന്നില്ല, പോൾ ടു പോൾ, ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെയുള്ള ഭൂമി ഉണ്ടല്ലോ, ഭൂമിയുടെ ഏത് പ്രതലത്തിൽ നിന്ന്, ഏത് ഭാഗത്ത് നിന്ന് സംഭവിച്ചാലും ഇത് കൃത്യസമയത്ത്, ആ പുറപ്പെടുന്ന സമയത്ത് ഒരു മിസൈലോ ഒരു റഡാറോ, ഒരു ഡ്രോണോ, എന്ത് ആയുധം പോന്നാലും, അത് സൈനിക വിമാനമാകാം, ആളില്ലാത്ത ജെറ്റ് എഞ്ചിനുകളാവാം, റോക്കറ്റുകളാകാം, എന്തു വന്നാലും ചൈനയിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അപ്പം കണ്ടെത്തിയിട്ട് അത് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ട്രേസ് ഔട്ട് ചെയ്യുക, അതിനെ നശിപ്പിക്കുക, തകർക്കുക. അതിനുള്ള സംവിധാനമാണ് ഇത്. അതിന് ഇവർ കൊടുത്തിരിക്കുന്ന പേര് പണ്ട് കൊടുത്ത പേര് തന്നെ, അമേരിക്ക കുറച്ച് മുമ്പ് കൊടുത്ത പേര് തന്നെ അവർ എടുത്ത് പ്രയോഗിച്ചു. ഞങ്ങളിതാ ഗോൾഡൻ ഡോം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്ന്, ഉപഗ്രഹങ്ങൾ, വാർത്താവിതരണ ഉപഗ്രഹങ്ങൾ ഉണ്ടല്ലോ, സാറ്റലൈറ്റുകളിൽ നിന്ന് 24 മണിക്കൂറും 24/7 നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആ നിരീക്ഷണത്തിൻ്റെ ചിത്രങ്ങൾ പ്ലസ് ഈ അതിവേഗ റഡാറുകളുണ്ട്. റഡാറുകൾ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിക്ചറുകളും അതിൻ്റെ മെസ്സേജുകൾ, അതുപോലെ നിരീക്ഷണ വിമാനങ്ങളുണ്ട്. ഇതിൻ്റെ പുറമെ പ്രതിരോധ വിമാനങ്ങളിൽ നിരീക്ഷിക്കാനായിട്ട് പറന്ന് നടക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചും ചോദിക്കാതെയും നമ്മുടെ വ്യോമാതിർത്തിയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ആകാശത്ത് പൊങ്ങുന്നത്, ഏതൊക്കെ രാജ്യമാണ് ആകാശത്തേക്ക് റോക്കറ്റോ വിമാനമോ റഡാറോ ഒക്കെ വിക്ഷേപിക്കുന്നത് ഒക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ നിരീക്ഷണ വിമാനങ്ങൾ, അതുപോലെ ഭൗമ സെൻറ്ററുകൾ ഉണ്ടല്ലോ, ആകാശ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സീ ബോയ്സ് എന്ന് പറയും, കടലിൽ നിന്നുകൊണ്ട് പരിസരം നിരീക്ഷിക്കുന്ന കേന്ദ്രം. ഇതിൻ്റെ എല്ലാം സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനൊക്കെ ഒരു കോഡ് ഭാഷ ഉണ്ടാവും. ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പോകുന്ന മെസ്സേജുകൾക്ക് വേറെ വേറെ കോഡ് ഭാഷയാണ്. ഈ കോഡ് ഭാഷകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചിത്രമാക്കി മാറ്റും. ഒറ്റ ചിത്രം, യൂണിഫൈഡ് പിക്ചർ എന്ന് പറയും.
ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് യൂണിഫൈഡ് പിക്ചർ, ഇതിനൊക്കെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് എടുക്കുകയുള്ളൂ. റിയൽ ടൈം, സെയിം ടൈമിൽ തന്നെ അത് സംഭവിക്കും. അപ്പോൾ എവിടുന്ന് എന്ത് സംഭവിച്ചാലും, ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള ആയുധങ്ങൾ തൊടുത്തു വിട്ടാലും അത് ആ മൊമെൻറ്റിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മെസ്സേജ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിലും ഉണ്ടല്ലോ അല്ലേ? ഇല്ല, ഇപ്പോൾ ഇന്ത്യയിലില്ല. അല്ല, ഈ പറയുന്ന ഭൗമ നിരീക്ഷണം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മിക്കവാറും എല്ലാ നല്ല രാജ്യങ്ങളിലും ഉണ്ട്. ആയുധശേഷിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ? ഈ ഉപഗ്രഹ നിരീക്ഷണമുണ്ട്, റഡാറുകളുണ്ട്, നിരീക്ഷണ വിമാനങ്ങളുണ്ട്, ഭൂതല സെൻസറുകളുണ്ട്, അതുപോലെ സീ ബോയ്സും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഈ 5 സംവിധാനവും എല്ലാ രാജ്യങ്ങൾക്കും, താരതമ്യേന ശേഷിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെൻസറിങ്, മോണിറ്ററിങ്, റിസീവർ ഒക്കെ വേറെ വേറെയാണ്. ഓരോന്നിനും ഓരോ കോഡ് ഭാഷയാണ്. ഓരോന്നും കൈകാര്യം ചെയ്യുന്നത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. മനസ്സിലായില്ലേ? ഇതിനെ ഈ 4-5 വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ഈ യൂണിഫൈഡ് പിക്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരു രാജ്യത്തെ ലക്ഷ്യമാക്കി, ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയാണ് പരീക്ഷിച്ചത്, ചൈനയെ ലക്ഷ്യമാക്കി തൊടുത്തു വിട്ടിരിക്കുന്ന 1000 ആയുധങ്ങളെ ഒരേ സമയം കണ്ടെത്തി നശിപ്പിക്കാൻ പറ്റും, ചെറിയ സംവിധാനം അല്ലാതെ. അതുപോലെ തന്നെ അതാണ് വേറൊന്ന്. പിന്നെ അതുപോലെ ഈ വെവ്വേറെ കോഡ് ഭാഷയുള്ളത് ഒറ്റ ഭാഷയാക്കിയിട്ട് മാറ്റും. വേറൊന്ന് ഡിക്കോയ്സ് ഉണ്ട്, വ്യാജ ആയുധങ്ങൾ. ഇപ്പോൾ എപ്പോഴും ചെയ്യുന്നതാണ്, കണ്ടിട്ടുണ്ട്. അത് യുദ്ധകാലത്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് അടുത്ത ഗൾഫ് യുദ്ധകാലത്ത് ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കോൺവോയ് വിമാനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇറാഖിൻ്റെ ഒരു പറ്റ വിമാനങ്ങൾ, 10-20 വിമാനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുന്നതാണ്. അതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ ബോംബർ വിമാനം. അപ്പോൾ ബാക്കിയുള്ള സമയം എന്താ ചെയ്യുക? ബാക്കിയൊക്കെ വ്യാജമാണ്, ഈ കൃത്രിമ വിമാനങ്ങളാണ്. നമ്മൾ പറയില്ലേ, ഈ എന്തായാലും പ്രോക്സി വിമാനങ്ങളാണ്. ആ വിമാനങ്ങൾ ഏതാന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ഓരോന്നിനെ വെടിവെച്ചിട്ട് തകർക്കും. ആര്? ശത്രു രാജ്യങ്ങൾ, കുവൈറ്റും ഇങ്ങനെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ. ആ സമയം കൊണ്ട് എന്ത് ചെയ്യും? യഥാർത്ഥ വിമാനം പോയി ബോംബിടും. ഇതെപ്പോഴും സംഭവിക്കാറുണ്ട്. വലിയ VIPസിനല്ലേ കോൺവോയ് വാഹനങ്ങൾ, എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാഹനം വരുമ്പോൾ, ഇപ്പോൾ അതിന് സമാനമായിട്ടാണ് നമ്മളെ പിണറായി ഒക്കെ ഇപ്പോൾ നടക്കുന്നത്. അതായത് ഒരു വാഹനം ഒരേ നിറത്തിലുള്ള കറുപ്പ് പെയിന്റ് അടിച്ച 10 കാറുകൾ ഒരുപോലെ വരിക. അപ്പോൾ ഈ ഡിക്കോയ്സിനെ കണ്ടെത്താൻ, അപ്പോൾ ഈ സിസ്റ്റം പുതിയ ഗോൾഡൻ ഡോമിന്റെ പ്രത്യേകത അതാണ്. ഗോൾഡൻ ഡോമിന്റെ ക്യാമറയിൽ ഒരു പറ്റം വിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അതിൽ മഹാഭൂരിപക്ഷവും കൃത്രിമമായിരിക്കും, വ്യാജമായിരിക്കും, ഡെക്കോയ്സ് ആയിരിക്കും. ഒറിജിനൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ആ ഒന്നിനെ തന്നെ കണ്ടെത്താൻ പറ്റും. ബാക്കിയുള്ളതിനെ വെറുതെ വിട്ട് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെ തകർക്കാൻ പറ്റും. വേണം മൊത്തം തകർക്കാം, അല്ലെങ്കിൽ ഒന്നിൽ ആവശ്യമുള്ളതിനെ തകർത്താൽ മതി. എന്തായാലും ഈ വ്യാജ ആയുധങ്ങളെയും അല്ലാത്തതിനും കാണാം. ഇതെല്ലാ കാര്യത്തിലും ഉണ്ട്. ഡ്രോണുകളിൽ വ്യാജമുണ്ട്, യുദ്ധവിമാനങ്ങളിൽ വ്യാജമുണ്ട്, എല്ലാത്തിലും വ്യാജന്മാരുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ ഈ VIPസിൻ്റെ ഒക്കെ യാത്രയൊക്കെ ചെയ്യുന്നത് പോലെയാണ്. എപ്പോഴും ഈ ഒരേപോലുള്ള കോൺവോയ് വാഹനങ്ങളിൽ ഏതിലാണ് പ്രസിഡന്റ് ഉള്ളതെന്ന് ആർക്കും, അമേരിക്കയുടെ യാത്ര അങ്ങനെ. അപ്പോൾ VIP ഉള്ളത് ഏത് കാറിലാണ് എന്ന് കൃത്യമായിട്ട് അറിയാത്ത വിധത്തിൽ ഒരുമിച്ച് പോവുക. അപ്പോൾ ഏത് കാറിൻ്റെ മുമ്പിലേക്കാണ് കരിങ്കൊടി കാണിക്കേണ്ടത്, ഏത് കാറിൻ്റെ മുമ്പിലേക്കാണ് ചാടി വീഴേണ്ടത്, ഏത് കാറിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് തിരിച്ചറിയാത്ത രീതിയിൽ. അപ്പോൾ അതുകൂടി വളരെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതിലാണ് യഥാർത്ഥ ആയുധം ഉള്ളത് എന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ പോൾ ടു പോൾ കവറേജ് ആണിത്. ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെയുള്ള ഭൂമി മുഴുവൻ ഇതിന് കവറേജ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ മിസൈൽ വിടുന്ന എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം എന്താ? നമ്മൾ മിസൈൽ വിക്ഷേപിക്കുന്നു, റോക്കറ്റ് വിക്ഷേപിക്കുന്നു, ISROയിലെ പ്രശ്നം എന്താ? നമ്മുടെ ലക്ഷ്യം തെറ്റുമോ, നമ്മുടെ മിസൈൽ അവിടെ എത്തുമോ എന്നുള്ള പ്രശ്നം. അതേ സമയത്ത് ഇനി മുതലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ലോകത്ത് ഏത് രാജ്യം മിസൈൽ നിർമ്മിച്ചാലും അവരുടെ ആദ്യത്തെ അജണ്ട ഇത് ലക്ഷ്യത്തിൽ എത്തുമോ എന്നല്ല, ഇത് എവിടെ വെച്ച് തകർക്കപ്പെടും. കാരണം അവർക്ക് ഇതിനെയാണ് ആദ്യം നേരിടേണ്ടത്. ഈ ഗോൾഡൻ ഡോമിനെ നേരിടാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം നമ്മുടെ മിസൈലിനെ എവിടെ വെച്ച് അവരുടെ റഡാറിൽ പതിയുന്നു, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പെടുന്നു. അതിന് പറയുന്നത് 1000 കണ്ണുകളുള്ള ഒരു ഡിജിറ്റൽ ഐസ് ആണ്. മനസ്സിലായില്ലേ? ഒരു കോംപ്ലക്സ് ഓഫ് ഡിജിറ്റൽ ഐസ്. ഒരുപാട് ഡിജിറ്റൽ കണ്ണുകളുടെ ഒരേ സമയം ഒരുപാട് ഡിജിറ്റൽ കണ്ണുകളുള്ള ഒരു യന്ത്രമാണ്, ഒരു സംവിധാനം. 1000കണക്കിന് ഡിജിറ്റൽ കണ്ണുകൾ. അപ്പോൾ ആ കണ്ണിൽ പെടാതിരിക്കാനാണ് ഇനി മുതൽ മിസൈൽ നിർമ്മിക്കുന്നതിന് മുമ്പ്, നമ്മൾ മിസൈൽ തൊടുത്തു വിടുന്നതിന് മുമ്പ്, റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ
ആര് ജയിക്കും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഉടനെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ. യുദ്ധകാലാടിസ്ഥാനത്തിൽ അമേരിക്ക പകരം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. $175 ബില്യൺ പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇപ്പോൾ കണ്ണു തുറന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണിത്, പക്ഷേ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ചൈന ഇതൊക്കെ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അതിനെ കടത്തി വിട്ടുന്ന വിധത്തിൽ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് $175 ബില്യൺ 175 ബില്യൺ. അപ്പോൾ അത്രയും ഡോളർ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര് ജയിക്കും എന്നുള്ളതാണ്. ആര് ജയിക്കും എന്നുള്ളതിനുള്ള പ്രശ്നം ഈ അമേരിക്ക പ്രഖ്യാപിച്ചതും ഉടനെ നടപ്പാക്കുമെന്ന് പറയുന്നതും ചൈന ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതും പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക മാതൃക ഉണ്ടായിട്ടില്ല. ഒരു പ്ലാനും അല്ലെങ്കിൽ എന്തായാലും പറയാം ഒരു പ്രതീകാത്മക ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പാണ്. അത് വർക്കിംഗ് മോഡൽ ആയിട്ടില്ല. പക്ഷേ ചൈന അവകാശപ്പെടുന്നത് ഞങ്ങളുടെ PLA പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണല്ലോ ചൈനയുടെ. ഈ പട്ടാളം, ഞങ്ങളുടെ പട്ടാളം ഇത് എത്രയോ ഞങ്ങൾ കൃത്യമായി പരീക്ഷിച്ച് അറിഞ്ഞതാണ്, ഞങ്ങൾ പരീക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങളെ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കേണ്ട, ഞങ്ങൾ വർക്കിംഗ് മോഡൽ തന്നെയാണ്, ഞങ്ങൾ പ്രയോഗിച്ച് തെളിയിച്ചിരിക്കുന്നു എന്ന് കൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ US-ൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ US ഇതിനെ മറികടക്കാനാണ് നോക്കുന്നത്. US-ൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ US-ന് ഓരോന്നും ഓരോ കേന്ദ്രത്തിലാണ്. ഇപ്പോൾ അലാസ്കയിൽ US-ന് ഇൻ്റർസെപ്റ്റേഴ്സ് ഉണ്ട്, എന്നുവെച്ചാൽ മിസൈൽ വേധ സംവിധാനങ്ങളുണ്ട്. ജപ്പാനിൽ റഡാറുണ്ട് അമേരിക്കക്ക്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും താവളങ്ങളുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ ബേസസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അറേബ്യൻ ബേസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം കിട്ടുന്നു, ജപ്പാനിൽ നിന്ന് റഡാറിൻ്റെ വിവരം കിട്ടുന്നു, അലാസ്കയിൽ നിന്ന് ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ വിവരം കിട്ടുന്നു. ആ 3 കേന്ദ്രങ്ങൾ 3 ഡിപ്പാർട്ട്മെൻറ്റ് വഴി ക്രോഡീകരിച്ച് വരുമ്പോഴേക്ക് യുദ്ധം അതിൻ്റെ വഴിക്ക് പോകും, ബോംബ് അതിൻ്റെ വഴിക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ ഇത് ആ അർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനം ചൈന കൊണ്ടുവന്നിരിക്കുന്നു. അമേരിക്ക ഉടനെ അതുപോലെ അതിനേക്കാളോ അതിനെ വെല്ലുന്നതോ ആയ സംവിധാനവുമായിട്ട് വരും എന്ന് പറയുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ ആത്യന്തികമായി സമാധാനത്തിന് വേണ്ടിയല്ല എന്നുള്ളത് കൃത്യമാണ്. എങ്ങനെയാണ് കൂടുതൽ ശക്തമായി യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പക്ഷേ ഇതൊരു പ്രതിരോധ മാർഗമല്ലേ? പ്രതിരോധ മാർഗമാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധം അനിവാര്യമാണെന്നാണുള്ളത് പറഞ്ഞു വെക്കുന്നത്. യുദ്ധം എപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ അടിയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ അടി വരുമെന്നറിയുന്നുണ്ടാണല്ലോ ചൈന വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അടിയുള്ള ഒരു ലോകം, യുദ്ധത്തിൻ്റെ ഒരു ലോകമാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രതിരോധ സംവിധാനം നിർബന്ധമായി തീരുന്നതുകൊണ്ടാണ് കൂടുതൽ മെച്ചപ്പെട്ട പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഗോൾഡൻ ഡോം. അതുകൊണ്ട് ചൈന പല കാര്യങ്ങളിലും എന്നതുപോലെ ഇപ്പോൾ ഇക്കാര്യത്തിലും അവരാണ് മുന്നിൽ. ഇനി അതിനോട് ആരൊക്കെ മത്സരിക്കും, എന്നിട്ട് അതിനേക്കാൾ ഭേദപ്പെട്ടത് ആരുണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം.